അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള മധുരമുള്ള 3 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. നല്ല മധുരമുള്ള മാമ്പഴം നോക്കി എടുക്കാം. ഈ മാമ്പഴം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞ് ചെറിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ 4 ബ്രെഡ് എടുക്കാം. ഇനി ബ്രെഡിൻ്റെ ആ ബ്രൗൺ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ മാമ്പഴ കഷ്ണങ്ങൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാമ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം കുറവുള്ള മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ മാങ്ങയുടെ ഈ അരച്ചെടുത്ത പൾപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. അത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. മൂന്നോ 4 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക. അപ്പം ഈ എടുത്ത് മാറ്റിയത് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ഒരു പാനിലേക്ക് ഒഴിക്കാം. ഇനി അരച്ചെടുത്ത മാങ്ങയുടെ ആ പൾപ്പ് ഒരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്തതോ വറുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര കൂട്ടി ചേർക്കാതെ പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഫ്ലെയിം ഓണാക്കുന്നതിന് മുമ്പ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഈ പാനിൽ നിന്ന് വിട്ട് വരണം. ഇത് ഉരുണ്ട് പാനിൽ നിന്ന് വിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയ ഉരുളകൾ ആവിയേറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്റ്റീമറിൻ്റെ ഇതുപോലത്തെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. ഇഡലി തട്ടിൻ്റെ കുഴികളിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ വെച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വാഴയില വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം.
കുറച്ച് അകത്തി വെക്കുക. അപ്പോൾ അത് നിരത്തി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇപ്പം നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. നല്ല കട്ടിയുള്ള പാലെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അധികം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ചേർത്ത് കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പാല് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ല കട്ടിയുള്ള പാലല്ലേ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് പൊടിച്ചെടുത്തതാണ്. കുറച്ച് ബദാമും പിസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാലിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മാങ്ങ അടിച്ചെടുത്ത പൾപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുറുകി ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. വേവിച്ചെടുത്ത ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് സാഫ്രാനും കൂടെ അവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്കാണ്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. മാമ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. മാത്രമല്ല ഈ പാല് നമ്മൾ കുറുക്കിയെടുത്തില്ലേ അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്